നോക്കിക്കോളൂ. നമ്മൾ അതായത് റുദർഫോർഡ് അറ്റോമിക് മോഡൽ വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ആറ്റം മോഡൽ ബോർ ആറ്റോമിക് മോഡലാണ്. ആ ബോർ ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്യാനുണ്ടായ രണ്ട് സാഹചര്യം ആണ്, അല്ലെങ്കിൽ കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് അതിന് മുമ്പ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഫുൾ തിയോറിറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സംഭവങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനം ഞാൻ പറഞ്ഞു തരാം. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതിയിട്ട് ഇത് കുറച്ച് തിയറി പോർഷൻ ആണ്, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ഓക്കെ. അപ്പം നമ്മൾ ബോർ ആറ്റോമിക് മോഡൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുദർഫോർഡിനകത്തുണ്ടായ കുറച്ച് എന്താണ് താളപ്പിഴകളാണ് ശരിക്കും ഈ ബോർ ആറ്റോമിക് മോഡലിലേക്ക് വഴി തെളിയിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുദർഫോർഡിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നോക്കിക്കോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇത് എഴുതണ്ട. റുദർഫോർഡിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ന്യൂക്ലിയസ് നടുക്കിങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ന്യൂക്ലിയസ് നടുക്കിയിരിക്കുന്നു. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഇതുണ്ട് ഇങ്ങനെയായിരിക്കും. അതായത് ഇതൊരു ഇലക്ട്രോൺ ഒഴുകുന്ന ഒരു ഓർബിറ്റ്, വേറൊരു ഇലക്ട്രോൺ ഒഴുകുന്ന ഓർബിറ്റ് വേണ്ടി ഇതായിരിക്കും, വേറൊരു ഇലക്ട്രോൺ ഒഴുകുന്ന ഓർബിറ്റ് വേണ്ടി ഇതായിരിക്കും, വേറൊരു ഇലക്ട്രോൺ ഒഴുകുന്ന ഓർബിറ്റ് 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 വേണ്ടി ഇതായിരിക്കും. ഇങ്ങനെയായിരുന്നു ആറ്റം മോഡൽ. ശരിക്കും ഇങ്ങനെയാണ് ആറ്റം മോഡൽ. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇതല്ല, ഇതിനകത്ത് കുറേ തെറ്റുകളുണ്ട്. ഇത് എങ്ങോട്ടേക്കാണ് വഴി തെളിയിച്ചത്? നമ്മൾ പഠിക്കുന്ന മോഡൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇങ്ങനെ നടക്കുക, അതിന് ചുറ്റിനും ഒരു ഷെല്ല്, അതിൽ കുറച്ച് ഇലക്ട്രോൺസ്, അതിന് ചുറ്റും വേറൊരു ഷെല്ല്, അതിൽ കുറച്ച് ഇലക്ട്രോൺസ്, ഇതിൻ്റെ ചുറ്റിനും അതിൻ്റെ വെളിയൊരു ഷെല്ല്, അതിലും കുറച്ച് ഇലക്ട്രോൺസ്. അങ്ങനെ കുറേ ഷെല്ലുകൾ വന്നാലും ഓരോ ഷെല്ലുകളിൽ കൃത്യം ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ഷെല്ലുകളും ഇങ്ങനെ പല ഓരോ ഇലക്ട്രോണുകളും പല പല ഷെല്ലിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെയാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ റേഡിയസിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇത് ഒരേ റേഡിയസ് ഉള്ളതാണെന്നാണ് ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും ഷെല്ലുകൾക്കൊന്നും ഒരേ റേഡിയസ് അല്ല. മനസ്സിലായി? രണ്ടാമത്, ജെയിംസ് മാക്സ്വെൽ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചെന്നറിയാമോ? അതായത് ഏതെങ്കിലും ചാർജ് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായി. അതായത് ഇപ്പം നമ്മൾ തന്നെ ഓടുവാണ്. നമ്മൾ തന്നെ ഓടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ക്ഷീണിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ഷീണിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഏതൊരു ചാർജ് പാർട്ടിക്കിൾ, അതായത് റുദർഫോർഡ് പറഞ്ഞത് ഈ ഇലക്ട്രോൺസ് ഹൈ സ്പീഡിൽ ഇതിന് ചുറ്റിനും കറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ആക്സലറേഷൻ നടപ്പുണ്ട്. അതെന്ത് ചെയ്യും? റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോമിലായിരിക്കും. എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണെന്നറിയിരിക്കുന്നത്? അതായത് ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് കാണിക്കാമേ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഫിഗർ ഞാൻ കാണിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക്. ഓക്കെ, എടാ സിമ്മുകളിനോട് ആ പുള്ളി ഒന്ന് വിളിക്കാൻ പറയാമോ? മറ്റേ മാഗ്നറ്റിക് ഇതാണ്. ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫിഗർ ഇരിക്കുന്നത്. നോക്കിയോ? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് ഏതൊരു ചാർജ് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, പ്രോട്ടോൺ ആയിക്കോട്ടെ, ഇലക്ട്രോൺ ആയിക്കോട്ടെ, ആൽഫ പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറേ ചാർജ് പാർട്ടിക്കിൾ, ന്യൂട്രീനോ, ആൻറ്റി ന്യൂട്രീനോ, ക്വാക്സ്, അങ്ങനെയുള്ള കുറേ ചാർജ് പാർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനെപ്പറ്റി അറിയാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പം ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഫിഗർ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നതെന്നുള്ള കാര്യം ഓർത്തോണം. വേറൊരു ഫിഗർ എടുക്കാം നമുക്ക്. നിങ്ങൾ ഈ ഫിഗർ കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഇതെന്തോ ഒരു നെറ്റ്വർക്ക് ഇച്ചിരി ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ലേ. അതായത് ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വര ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അത് ശരിക്കും വേവ് പോകുന്ന ഡയറക്ഷനാണ്. അതിൻ്റെ ഒരു പ്ലെയിനിൽ വേവ്സ് ഈ ഡയറക്ഷനിൽ പോകുന്നു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു പ്ലെയിനിൽ വേവ്സ് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന ഒരു വേവ്, അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ പോകുന്ന വേവിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്നും മറ്റേ പ്ലെയിനിൽ പോകുന്നതിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്നോ പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ് അതിന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള വേവ്സ്. അതെങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? വേവ് പോലെ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, ഇവിടെ പറഞ്ഞുതരാം. ഇപ്പം ഒരു ചാർജ് പാർട്ടിക്കിൾ, ഒരു ഏതെങ്കിലും ഒരു ചാർജ് ഇലക്ട്രോൺസ് ആയിട്ട്, ഇലക്ട്രോണിനെ ഞാൻ ആക്സലറേറ്റ് ചെയ്യിപ്പിച്ചു. ആ ഇലക്ട്രോണിൻ്റെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യും? വേവ്സ് എമിറ്റ് ചെയ്യും. ആ എനർജി എമിറ്റ് ചെയ്യും, ആ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് വേവ്സ് ഫോമിലാണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ വേവ്സ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇങ്ങനെയായിരിക്കും അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് വേവ്സ് കാണും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് വേവ്സ് കണ്ടോ, ഇങ്ങനെ ഈ ഡയറക്ഷനിൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവും. ഇങ്ങനെ പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് സൂര്യനിൽ നിന്ന് വരുന്ന റേ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ പെട്ട ഒരു റേഡിയേഷനാണ്. അതേപോലെ തന്നെ എക്സ്റേ, UV റേ, ഗാമാ റേ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്. നമ്മുടെ മൈക്രോവേവ് ഓവനകത്തൊക്കെ ഒരു വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ വേവ് ഒക്കെ ഇങ്ങനെയുള്ള വേവുകളാണ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവുകളാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോബാക്ക്, ഇതിൻ്റെ നമ്മുടെ റുദർഫോർഡിൻ്റെ ഡ്രോബാക്ക് അനുസരിച്ച് എന്താ? ഇപ്പം ഞാൻ ഇങ്ങനെ, അതായത് ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് റുദർഫോർഡിൻ്റെ ന്യൂക്ലിയസ് ആണ്, റുദർഫോർഡ് കൺസെപ്റ്റ് അനുസരിച്ചുള്ള ന്യൂക്ലിയസ് ആണ്. അതിന് വെളിയിൽ എന്തുണ്ട്? വെളിയിൽ ഒരു ഷെല്ലുണ്ട്, അതിൽ ഇലക്ട്രോൺസ് കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? എല്ലാ സൈഡിലോട്ടും എന്ത് ചെയ്യുക? ആക്സലറേറ്റ് ചെയ്യുമ്പോൾ റേഡിയേഷൻ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വേവ്സ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വേവ്സ് എമിറ്റ് ചെയ്താൽ ഇതിൻ്റെ എനർജി കുറഞ്ഞ് ലാസ്റ്റ് എവിടെ തന്നെ വീഴും? വന്ന് ന്യൂക്ലിയസിൽ വന്ന് വീഴും. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു ഇല്ലേ? പക്ഷെ അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ആറ്റം ഈസ് ഇലക്ട്രിക്കലി എന്തെന്നാ? ന്യൂട്രലും ആറ്റം സ്റ്റേബിൾ ആണെന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇല്ലേ? അപ്പോൾ ആറ്റം അൺസ്റ്റേബിൾ ആവുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പുകളുടെ കേസിൽ മാത്രമായിരിക്കും. അപ്പം സാധാരണ നോർമൽ ആറ്റത്തിൻ്റെ കേസിൽ എന്താ? ആറ്റം സ്റ്റേബിൾ ആണെന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഡ്രോബാക്ക്. തെറ്റാ. കാരണം ഇത് ആക്സിലറേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് പുള്ളി. ശരിക്കും ആക്സിലറേറ്റ് ചെയ്യത്തില്ല, ഒരേ സ്പീഡിലാണ് പോകുന്നത്. ഇപ്പം ഈ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഒരേ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ആക്സിലറേഷൻ ഉണ്ടെങ്കിലേ റേഡിയേഷൻ എമിറ്റ് ചെയ്യത്തുള്ളൂ. അടുത്തത് എന്താ? അടുത്ത സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ഷെല്ലിലും എന്താണ്? വേറെ വെലോസിറ്റിയിലായിരിക്കും പോകുന്നത്. പക്ഷേ ആ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? റേഡിയേഷൻസ് പുറത്തോട്ട് എമിറ്റ് ചെയ്യില്ല. അപ്പം ഓരോ ഷെല്ലിലും കറങ്ങുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ അതല്ലായിരിക്കും രണ്ടാമത്തെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷേ അതിനകത്ത് ഒഴുകുന്ന എല്ലാ ഇലക്ട്രോണിൻ്റെയും വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൂന്നാമത്തേനകത്ത് ഒഴുകുന്നത് കുറച്ചുകൂടെ കൂടുതൽ സ്പീഡിൽ പോകും. പക്ഷെ അവിടുത്തെ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നില്ല. റേഡിയേഷൻ എമിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിങ്ങനെ എനർജി പോയി ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നില്ല? ഒന്നും വീഴത്തില്ല. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞത് തെറ്റല്ലേ? ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഇലക്ട്രോൺസ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇലക്ട്രോൺസ് ഇങ്ങനെയാണോ കറങ്ങുന്നത്? അല്ല. അതായത് അതാണ് പുള്ളിക്ക്, അതാണ് നമ്മൾ പറഞ്ഞ രണ്ട് എന്താണ് ഡ്രോബാക്സ് പറഞ്ഞത്. ഒന്നെന്താ? സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. രണ്ട് ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ പറ്റി കൃത്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇയാൾ പറഞ്ഞത് ഇങ്ങനെ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഉണ്ടെന്നാണ്, ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രോൺസ് കറങ്ങുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞെന്താ? ബോർ പറഞ്ഞെന്താ? ഓരോ ഷെല്ലുകളിലും കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നും അത് ഓരോ ഷെല്ലിലും ഫിക്സഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുമാണ് കണ്ടുപിടിച്ചത്. ഇദ്ദേഹം അതിൻ്റെ ഒരു കണക്കൊന്നും പറഞ്ഞില്ല. ഒരു ഷെല്ലിനകത്ത് ഇത്ര ഇലക്ട്രോൺസ് വരും, അടുത്ത ഷെല്ലിനകത്ത് ഇത്ര വരും എന്നൊന്നും പുള്ളി പറഞ്ഞില്ല. അപ്പോൾ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ പറ്റി പല റേഡിയസ് അല്ലേ? കൂട്ടിമുട്ടുമായിരിക്കും. പല റേഡിയസാണ്, ചിലപ്പോൾ ഒരേ റേഡിയസ് ആവാം. അതൊന്നും പുള്ളി പറഞ്ഞില്ല. മനസ്സിലായി? അതാണ് പുള്ളിയുടെ ഡ്രോബാക്ക്. മനസ്സിലായോ? അപ്പം ഒരേ റേഡിയസുമാണ്, പക്ഷെ അവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഓർബിറ്റ് അല്ലേ? അപ്പം ചിലപ്പോൾ കൂട്ടിയിടിക്കാം, ചിലപ്പോൾ കൂട്ടിയിടിക്കാതിരിക്കാം. അതൊക്കെ നമുക്കറിയത്തില്ല. പുള്ളിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് അന്നുണ്ടായിരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വെച്ചിട്ട് കണ്ടുപിടിച്ച കാരണമാണിത്. അത് തെറ്റാണെന്നാണല്ലോ പിന്നീട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഇത്രയും പോലും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും തന്നിട്ടില്ലായിരുന്നു. ഇതിപ്പം പുള്ളിയുടെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അപ്പം അദ്ദേഹത്തിന് ഇലക്ട്രോണിക് സ്ട്രക്ചർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്കറിയാം, ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ കൂട്ടിയിടിക്കുമായിരിക്കും. ചിലപ്പം കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. സ്റ്റെബിലിറ്റി എന്താണ്? ഈ എനർജി റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വന്ന് വീണ്ടും ന്യൂക്ലിയസിൽ വന്ന് വീഴും. അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. പിന്നെ സ്ട്രക്ചർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചർ അല്ല, അത് നമ്മൾ തീരുമാനിച്ചു. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വന്ന കണ്ടുപിടുത്തങ്ങൾ ഈ സ്ട്രക്ചർ അല്ല എന്ന് തെളിയിച്ചു. അപ്പം അവിടെ നിന്ന് ഈ സ്ട്രക്ചർ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രയുടെ ഇടയ്ക്ക് കുറേ കണ്ടുപിടുത്തങ്ങൾ നടന്നു. അതിനകത്ത് ഒരെണ്ണമാണ് റേഡിയേഷന് 2 നേച്ചർ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം. അതായത് ഇപ്പം ഉദാഹരണം പറയാം, നിങ്ങളുടെ വീട്ടിലെല്ലാം വെട്ടമുണ്ട്.
ഈ വെട്ടം നിങ്ങളുടെ മുഖത്തേക്ക് വന്ന് വീഴുന്നുണ്ട്, ശരിയല്ലേ? ഈ നിങ്ങൾ ആ വെട്ടത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ CFL ആയിരിക്കാം, ചിലത് LED ആയിരിക്കാം, ചിലത് ഹാലജൻ ബൾബ് ആയിരിക്കാം, ചിലത് ആർഗൺ ബൾബ് ആയിരിക്കാം, എന്ത് വേണേ ആയിക്കോട്ടെ. അപ്പം ആ ബൾബിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെട്ടം ശരിക്കും എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ഇങ്ങനെയാണ് വരുന്നത്. പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള വെട്ടം നമ്മുടെ മുഖത്തോട്ടും അവിടെ വന്ന് വീഴുന്നത്. നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? വേവ്സ് അല്ല. അപ്പം ലൈറ്റ് എന്ന് പറയുന്നതിന് വേവ് നേച്ചറും ഉണ്ട്, ലൈറ്റ് എന്ന് പറയുന്നതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തങ്ങളാണ് പിന്നീട് വന്നത്. അപ്പോൾ ആ കണ്ടുപിടുത്തങ്ങളൊക്കെ വെച്ചിട്ടാണ് ബോറിൻ്റെ ആറ്റോമിക് മോഡൽ ഡിസൈൻ ചെയ്തത്. പക്ഷേ അത് ആ കണ്ടുപിടുത്തങ്ങൾക്ക് ഒത്തിരി ഒരു എന്താ പറയുന്നത് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന് വേവ് നേച്ചറേ ഉണ്ടെന്നുള്ളതാണ് പണ്ട് ആൾക്കാർ കണ്ടുപിടിച്ചത്. അതായത് പണ്ടുള്ള സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചത് ലൈറ്റിന് വേവ് നേച്ചർ മാത്രമേ ഉള്ളൂ. ലൈറ്റിന് വേവ് നേച്ചർ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടുപിടിച്ചപ്പോൾ അവർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എക്സ്പീരിമെൻറ്റ് കണ്ടുപിടിച്ചു. കുറേ ഫിനോമിനോൺസ് കണ്ടുപിടിച്ചു. ഒന്ന് ഡിഫ്രാക്ഷൻ, ഒന്ന് പോളറൈസേഷൻ, ഒന്ന് ഇൻ്റർഫറൻസ്. എന്താണെന്നുള്ള പറഞ്ഞു തരാൻ നോട്ട് എഴുതുമ്പോൾ. അപ്പം അത് ഒക്കെ വെച്ചിട്ട് അവർ പറഞ്ഞു ആ ലൈറ്റിന് വേവ് നേച്ചർ മാത്രമേ ഉള്ളൂ, ലൈറ്റ് വേവ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്, ലൈറ്റ് ഒരിക്കലും വേറൊരു രീതിയിൽ സഞ്ചരിക്കത്തില്ല. എന്നാൽ പിന്നീട് വന്ന സയൻറ്റിസ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത് എവിടെ നിൽക്കും പോയി. അതായത് നമ്മൾ പറഞ്ഞു വന്നത് ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്നുള്ള അത് മാത്രമായിരുന്നു ആദ്യം സയൻറ്റിസ്റ്റിൻ്റെ കണ്ടുപിടുത്തം. അത് തെളിയിക്കാൻ വേണ്ടി അവർ മൂന്ന് ഫിനോമിനോൺസ് കണ്ടുപിടിച്ചു. ഒന്ന് പോളറൈസേഷൻ, ഒന്ന് ഡിഫ്രാക്ഷൻ, ഒന്ന് ഇൻ്റർഫറൻസ്. ഓക്കെ. എന്നാൽ പിന്നീട് വന്ന സയൻറ്റിസ്റ്റ്, അതായത് ഹാൾവാച്ച്, ലെനാർഡ്, ഹെൻറിച്ച് ഹെർട്സ്, ഈവൻ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും, അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതായത് ഇലക്ട്രോൺ ചൂടാകുന്ന സമയത്ത് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റീസിന് വേരിയേഷൻ ഉണ്ടാകുന്നുള്ള കൺസെപ്റ്റും എല്ലാം കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അതൊരിക്കലും വേവ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അതും എന്ത് ചെയ്യാൻ പറ്റില്ല, വേവ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതെല്ലാം പാർട്ടിക്കിൾ തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഫൈനലൈസ് ചെയ്തു ലൈറ്റിന് വേവ് നേച്ചർ മാത്രമല്ല പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ സൺഗ്ലാസ് വെക്കും, ശരിയല്ലേ? അത് വണ്ടിയൊക്കെ ഓടി ബൈക്കൊക്കെ ഓടി ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് എല്ലാവരുടെയും കാണാം ഒരു സൺഗ്ലാസ്, ഇല്ലേ? അതായത് നമ്മളൊക്കെ വെക്കുന്നത് എന്തായിരിക്കും, നമ്മൾ ഈ മറ്റേ ഫുട്പാത്തിൽ കിട്ടുന്ന ഒരു 2-3 കണ്ണട മേടിച്ച് വെക്കുമായിരിക്കും. അതല്ലാതെ നമ്മൾ റെയ്ബാൻ്റെയോ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിൻ്റെയോ ഒക്കെ നമ്മൾ കണ്ണാടി മേടിച്ച് വെക്കുവാണെങ്കിൽ അതിനകത്ത് ലെൻസ് എന്ന് പറയുന്നത് പോളറോയിഡാണ്. അത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് എഫക്റ്റാണ് കിട്ടുന്നത്? കൂൾ എഫക്റ്റ് എന്നല്ല, നിങ്ങളുടെ കണ്ണിലോട്ട് നല്ല വെട്ടം കയറുന്നതിനെ തടഞ്ഞ് വളരെ ഡിമ്മായിട്ടുള്ള ലൈറ്റ് മാത്രമേ നിങ്ങളുടെ കണ്ണിൽ കിട്ടത്തുള്ളൂ, ശരിയല്ലേ? അതാണ് അതിൻ്റെ ഗുണം. ആ പ്രോസസ്സിന് പോളറൈസേഷൻ എന്നാണ് പറയുക. ഓക്കെ. രണ്ടാമത് ഡിഫ്രാക്ഷൻ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയാം? സിമ്പിളായിട്ട് പറയാം, എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യാന്നറിയോ? ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒരു വെട്ടം, അതായത് കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുക താഴോട്ട്. എന്നിട്ട് നിങ്ങളുടെ നിഴലുണ്ടല്ലോ, നിഴൽ നിങ്ങൾക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടാണോ കിട്ടുന്നത്, അതോ നിങ്ങളുടെ കൈയുടെ നിഴലിൻ്റെ സൈഡിലൊക്കെ ബ്ലേഡ് ആയിട്ടുള്ള നിഴലാണോ വരുന്നതെന്ന്? ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ അറ്റമൊക്കെ കണ്ടോ, നോക്കിയേ, ഇതിൻ്റെ അറ്റം നോക്കിയേ, ഇതിന് വെൽ ഡിഫൈൻഡ് ആണോ? വെൽ ഡിഫൈൻഡ് ആകുന്ന കുറച്ച് അകത്തോട്ട് കയറുമ്പോഴാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഡയറി മിൽക്ക് സിൽക്കിൻ്റെ പരസ്യം ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് യൂട്യൂബിൽ കയറി നോക്കുക. എന്നിട്ട് മറ്റേ ആ കുട പിടിച്ച് പോകുന്നൊരു പരസ്യമില്ലേ ഡയറി മിൽക്കിൻ്റെ, അതിൻ്റെ കുടയുടെ നിഴൽ മാത്രമേ താഴെ അടിക്കുന്നുള്ളൂ. പക്ഷേ കൈ ഇങ്ങനെ നീളത്തിൽ പിടിച്ചിട്ടുണ്ട്, ആ കൈയുടെ നിഴൽ താഴെ അടിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് നീങ്ങിയല്ല, അതായത് ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞാൽ ആ കൈയുടെ നിഴൽ താഴെ അടിക്കുന്നില്ല, കുടയുടെ മാത്രമേ അടിക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ കൈയുടെ നിഴൽ താഴെ അടിക്കേണ്ടതല്ലേ, അല്ലേ? പക്ഷെ അടിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? അത് ലൈറ്റ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ഇപ്പം ഈ കയ്യിലോട്ട് ലൈറ്റ് വന്ന് വീണിട്ട് ഈ അറ്റത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യും, രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? താഴോട്ട് ഈ കൈയുടെ നിഴൽ വന്ന് വീഴുന്നിടത്ത് എന്ത് ചെയ്യും? ലൈറ്റ് അങ്ങ് വന്ന് വീഴും. അപ്പോൾ ആ നിഴലടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ കുടയ്ക്ക് എന്താ അങ്ങനെ വരാത്തതെന്ന്? ശരിയല്ലേ? അപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യമല്ലേ? ഓക്കെ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വേവ് ലെങ്തും
നമ്മുടെ ആ ഒബ്ജക്റ്റിൻ്റെ നിഴലടിക്കേണ്ട ഒബ്ജക്റ്റിൻ്റെ സൈസും തമ്മിലൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയ്ക്ക് അനുസരിച്ചായിരിക്കും അത് സംഭവിക്കുക. ശ്രദ്ധിച്ചോണം. അതായത് നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങളുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഡയറി മിൽക്ക് സിൽക്കിൻ്റെ പരസ്യം എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പരസ്യത്തിനകത്ത് ഒന്ന് നോക്കുക. ഞാൻ നോക്കട്ടെ, ഞാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വേണം അയക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പം ഈ കുടയുടെ കൈ ഇങ്ങനെ, ഇത് കൈയാന്ന് വിചാരിച്ചു, എനിക്ക് വരയ്ക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് കൈയാന്ന് വിചാരിച്ചോ, ഇത് കുടയാന്ന് വിചാരിച്ചോ, ഇത് കുടയാ. കുടയുടെ നിഴൽ മാത്രം താഴെ അടിക്കുന്നുണ്ട്. ഈ കൈയുടെ തണ്ട് ഇവിടെ നിഴൽ അടിക്കേണ്ടതായിരുന്നു, അത് നിഴൽ അടിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ വെട്ടം എന്ത് ചെയ്യുന്നറിയോ, സൂര്യൻ്റെ റേസ് ഇങ്ങനെ വന്നിട്ട് ദണ്ട് ഇവിടുന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ദണ്ട് ഇങ്ങനെ വന്ന് വീഴുന്നു. ഈ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലൈറ്റിൻ്റെ വേവ് ലെങ്തും ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ഈ കൈ തന്നെ കുറച്ച് താഴോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഴലടിക്കും. അത്ര ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് നിഴൽ കാണാത്തത്. ഈ കൈ തന്നെ കുറച്ചുകൂടെ, ഇപ്പം അവനാണെങ്കിൽ ആ റൂമിൻ്റെ ഹൈറ്റിൻ്റെ, ഇപ്പം റൂമിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്, ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പകുതി ഹൈറ്റിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ കൈയുടെ നിഴൽ അവിടെ തെളിഞ്ഞു വരും. അപ്പോൾ ആ സൈസ് തമ്മിലുള്ള റേഷ്യോ ഉണ്ട് അനുസരിച്ച്. അതായത് ഈ കൈ തന്നെ ഇവിടെ ആക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ നിഴൽ തെളിഞ്ഞു വരും. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിഫ്രാക്ഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ എവിടെയെങ്കിലും നിങ്ങൾക്കിപ്പം നിങ്ങളുടെ റൂമിൽ വെട്ടം ഇട്ടിട്ടുണ്ട്, ആ വെട്ടം വരുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ നിങ്ങളുടെ നിഴൽ പതിയുന്നത്. ആ നിഴലിലോട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി. നിഴലിൻ്റെ സൈഡൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് നിൽക്കുക, എൻ്റെ തലയുടെ നിഴൽ ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിച്ചു. ഞാൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തരാം, നോക്കിയോ. അതായത് ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കി നിൽക്കുവാണേ. അപ്പം അല്ലെങ്കിൽ എൻ്റെ കൈ ഞാൻ തന്നെ ഇങ്ങനെ രണ്ട് കൈയും തന്നെ ഇങ്ങനെ ഇതാക്കി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ നിഴൽ, ഇതെൻ്റെ നിഴലാണെന്ന് വിചാരിച്ചു. എൻ്റെ നിഴലിൻ്റെ ഇത്രയും ഭാഗത്തെ നല്ല ഡാർക്കായിട്ടുള്ള നിഴൽ ഫോം ചെയ്തുള്ളൂ. ഈ ഭാഗങ്ങളിലൊക്കെ എന്തായിരിക്കും, ബ്ലേഡ് ആയിട്ടുള്ള നിഴലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എപ്പോഴേലും ഒക്കെ ഇല്ലേ? നിങ്ങൾ എന്ത് നിഴൽ കണ്ടെന്ന് പറഞ്ഞാലും ആ നിഴലിൻ്റെ ഏറ്റവും അറ്റം വെൽ ഡിഫൈൻഡ് അല്ല, കുറച്ച് ബ്ലേഡാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് വരുമ്പോഴേ അതിന് ഡാർക്കായിട്ടുള്ള നിഴൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബാക്കി സൈഡിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ സൈഡിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ബെൻഡ് ചെയ്തിട്ട് ആ നിഴലിൽ വീഴാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൽ കുറച്ച് വെട്ടം വന്ന് വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതും വേവ് തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഇൻ്റർഫറൻസ് എന്ന് പറയും. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിൻ്റെ മിക്സിങ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കുളത്തിൽ ഇവിടെ ഒരു കല്ലിട്ടു. അപ്പോൾ ഉറപ്പായിട്ടും വേവ് എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? വേവ് തേണ്ട ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഇല്ലേ? ശരിക്കും വേവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പൊങ്ങി താണ്. അത് ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗം മാത്രമാണ് ഞാൻ ഈ ഡാർക്ക് ഇട്ട് വരച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതേ സമയം തന്നെ നിങ്ങൾ ഇവിടെ കല്ലിട്ട സമയത്ത്, മെൽവിൻ ഇവിടെ കല്ലിട്ട സമയത്ത് തന്നെ ഇവിടെയും ഞാൻ കല്ലിടുകയാണ് ഒരേ സമയത്ത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയും വേവുകൾ ഉണ്ടാവുമല്ലോ. ഈ വേവ് എന്ത് ചെയ്യും? പലയിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? മിക്സ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പം ഇവിടെ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? അതായത് ഈ രണ്ട് വേവിൻ്റെയും ക്രസ്റ്റുകൾ നമുക്കറിയാം. ഒരു വേവ് വരയ്ക്കുമ്പോൾ വേവിനൊരു ക്രസ്റ്റും ഉണ്ട്, ഒരു ട്രഫും ഉണ്ട്. അതായത് ഒരു മുകളിലോട്ടുള്ള ഭാഗമുണ്ട്, ഒരു താഴോട്ടുള്ള ഭാഗമുണ്ട്. ഈ വേവിൻ്റെയും ക്രസ്റ്റുകൾ തമ്മിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നറിയോ? ആ പോയിന്റുകളിൽ വലിയ വേവുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിയേ, ഇപ്പോൾ ഇതെല്ലാം ക്രസ്റ്റാണ് വരച്ചിരിക്കുന്നത്. ഈ ഡാർക്കായിട്ട് വരച്ചിരിക്കുന്ന എല്ലാം എന്താ? ഈ വേവിൻ്റെ ക്രസ്റ്റും. ഈ ഡാർക്കായിട്ട് വരച്ചിരിക്കുന്ന എല്ലാം എന്താ? ഈ വേവിൻ്റെ ക്രസ്റ്റും. നിങ്ങൾ നോക്കിയേ, ഈ പോയിന്റിലും ഒക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ ക്രസ്റ്റുകൾ തമ്മിലല്ലേ കമ്പയർ ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് വേവ് ഉണ്ടാവും. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേവ് ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ കടലിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കടലിൽ കാറ്റടിച്ച് പല ഡയറക്ഷനിൽ കൂടെ വേവ് ഉണ്ടായി വരുന്നത്. അപ്പോൾ നമുക്ക് കടലിൽ നീന്താൻ പറ്റത്തില്ല, വലിയ പാടാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്കേ നീന്താൻ പറ്റുള്ളൂ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ബോട്ട് പോകുന്നതും അതുപോലെ തന്നെ. കടൽ മഴയൊക്കെ പോകുന്ന സ്ഥലം, നല്ല മഴയുള്ള സമയത്ത് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കടലിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം കാറ്റടിക്കുമ്പം ഏത് ദിശയെ കാറ്റടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? തിരമാലകൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഇവിടുന്ന് കുറച്ച് തിരമാലകൾ ഇങ്ങോട്ടും, ഇവിടുന്ന് കുറച്ച് തിരമാലകൾ ഇങ്ങോട്ടും, ഇവിടുന്ന് കുറച്ച് തിരമാലകൾ ഇങ്ങോട്ടും, ഇവിടുന്ന് കുറച്ച് തിരമാലകൾ ഇങ്ങോട്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വേവ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ ക്രസ്റ്റും മിക്സ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. അവിടെ ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര വേവായിട്ട് മാറും. മനസ്സിലായി? അതുപോലെ ഈ ട്രഫും മിക്സ് ചെയ്യുന്നിടത്തും വലിയ വേവുകൾ ഉണ്ടാവും.
അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നീന്തി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പോയിന്റിലായിരിക്കും ക്രസ്റ്റും മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെടുത്ത് അയ്യത്തുകളെ ഇങ്ങനെ തെറിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വന്ന് വീഴുമ്പോൾ ഇപ്പുറത്ത് എന്ത് തന്നെയായിരിക്കും അവിടെ ആ വീഴുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കടലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിലാന കളിച്ച് ലാസ്റ്റ് നമ്മുടെ എനർജി പോയിട്ട് നമുക്ക് മുങ്ങിപ്പോകും. അങ്ങനെ എന്താണ് നമുക്ക് ജീവൻ നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ടാണ് കടലിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കടലിൽ പോകുന്ന സമയത്ത് ക്ലിയറായിട്ട് അറിയാവുന്ന ആൾക്കാരല്ലാതെ ഒരിക്കലും കടലിൽ ഇറങ്ങത്തില്ല, ഭയങ്കര പാടം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാറ്റൊക്കെ ഇങ്ങനെ ഇൻ്റർഫറൻസ് ആണ് അതിന് കാരണം. പക്ക റീസൺ പറയുകയാണെങ്കിൽ ഇൻ്റർഫറൻസ് ആണ്. ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ വേവിൻ്റെ മിക്സിങ്. വേവ് മിക്സ് ചെയ്യുന്ന സമയത്ത് പലയിടത്തും ഈ ക്രസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, വലിയ വേവുകൾ ഉണ്ടാവും. വലിയ വേവുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് നീന്തി നമുക്ക് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. എവിടൊക്കെ ഇത് മിക്സ് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എവിടൊക്കെയാണ് വലിയ വേവ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം കാറ്റ് പല ദിശയിലടിക്കുമ്പം പല ഡയറക്ഷനിലായിരിക്കും വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ പല വേവുകളായിരിക്കും മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പല പോയിന്റുകളിലായിരിക്കും വലിയ വേവ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം പഠിക്കാനുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ളത് ഓർത്ത് വെച്ചു. വെള്ളത്തിനടിയിൽ എർത്ത് ഉണ്ടാക്കുമ്പം സുനാമി അടിക്കും. എടാ, വെള്ളത്തിനടിയിൽ ഒരു ഇതുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോയിന്റിൽ ഇപ്പോൾ ഇവിടെ എർത്ത് കേക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ഇതിന് ചുറ്റിനും ഇങ്ങനെ അങ്ങ് വേവ്സ് ഉണ്ടാവുക, അതങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോവുക. നമ്മൾ പറഞ്ഞത് മുകളിലത്തെ ഈ കാറ്റടിക്കുമ്പോഴാണല്ലോ വേവ്സ് കൂടുതൽ ഉണ്ടാകുന്നത്, ഇല്ലേ? കടലിനെ സംബന്ധിച്ച് കാറ്റടിക്കുമ്പോഴാണ്. അതായത് നോർമൽ ഈ ഡയറക്ഷനിലോട്ടാണ് വേവ് ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചോ. പക്ഷേ കാറ്റടിക്കുന്ന സമയത്ത് ഇവിടുത്തെ വെള്ളത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് ചിലപ്പം ഇവിടെ നിന്നൊരു വേവ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ വേവുകൾ തമ്മിൽ എന്ത് ചെയ്തു, ഇവിടെ മിക്സ് ചെയ്തു. മനസ്സിലായോ? ചിലപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, കാറ്റടിച്ച് വേവുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം ഈ ക്രസ്റ്റ്, അതായത് അതിൻ്റെ ക്രസ്റ്റുകൾ മിക്സ് ആവുന്ന പോയിന്റിലെല്ലാം എന്തുണ്ടാവും, വലിയ വേവുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം തൊട്ടടുത്തടുത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ലതായിട്ട് നീന്തി കളിക്കാനായിട്ടുള്ള ഒരു ബാലൻസ് നമുക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് ആറ്റിൽ പ്രശ്നമില്ല, ആറ്റിൽ ഒറ്റ ഡയറക്ഷനിലേക്കാണ് ഫ്ലോ. അപ്പോൾ നമ്മൾ ഈ ആറിൽ ഈ ഡയറക്ഷനിലേക്കാണ് നമ്മൾ വെള്ളം ഒഴുകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും വെള്ളത്തിനെതിരെ, നമ്മളിപ്പം എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ആറ്റി വീണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്വിമ്മിങ് അറിയാമെങ്കിൽ ഒരിക്കലും വെള്ളത്തിന് എതിരെ നീന്താനായിട്ട് പോകരുത്. വെള്ളം ഒഴുകുന്ന അതേ ദിശയിലോട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നീന്താനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ നടുക്ക് പോയപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ വെള്ളത്തിൽ വീണെങ്കിൽ ഇങ്ങോട്ട് ഒരേ ഡിസ്റ്റൻസ് ആണ്, ഇങ്ങോട്ട് ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് അങ്ങ് എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് അങ്ങ് നീന്തറിയണം. നീന്തറിഞ്ഞാലേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാൻ പഠിക്കണം. ഫ്ലോട്ട് ചെയ്യാൻ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യും, വെള്ളം ഒഴുക്കി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. എല്ലാവരും പാനിക് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, ഒന്ന് ബ്രത്ത് കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യും, മുങ്ങിപ്പോവും. ഇവിടെ ഇൻ്റർഫറൻസ് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, ഇവിടെ ഒരേ ഡയറക്ഷനിലോട്ടാണ്. ഇവിടെ കാറ്റടിച്ച് ഒരിക്കലും വേവ്സ് ഒന്നും ഉണ്ടാകത്തില്ല. കടലിൽ അങ്ങനല്ല, കടലിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. ഇവിടെ ആറ്റിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചുറ്റും മരങ്ങളാണ്, ഇല്ലേ? അപ്പോൾ അങ്ങനെ കാറ്റിനെയൊക്കെ എന്ത് ചെയ്യും, അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വേവ്സ് ഉണ്ടാക്കാൻ പാകത്തിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആറ്റിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. മറ്റേ കടലിലത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് എർത്തും മൂണും തമ്മിലൊരു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കൊണ്ട് വേവ്സ് ഉണ്ടാവും എന്തായാലും. അതിനിടയ്ക്ക് ഈ കാറ്റൂടാകുന്ന സമയത്ത് നമ്മളെ ഇട്ട് ഒലയ്ക്കും. മനസ്സിലായി? വലിയ പ്രശ്നമാകും. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ടായിട്ട് എഴുതാൻ പോകുന്നത്. അതിൽ ഈ വേവ് നേച്ചറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഒരു കഥ പോലെ കേട്ടാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകാത്ത ടോപ്പിക്കുകൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർഫറൻസ് മറ്റേ വേവിൻ്റെ മിക്സിംഗ് ആണെന്ന് ഓർക്കുക. ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറി മിൽക്കിൻ്റെ പരസ്യത്തെ പറ്റി ഓർക്കുക. പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ കൂളിംഗ് ഗ്ലാസിനെ പറ്റി ഓർക്കുക. ചോദിച്ചോളൂ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. മോനെ, പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? മോൻ സൺഗ്ലാസ് വെച്ചിട്ടില്ലേ? സൺഗ്ലാസ് വെച്ചിട്ടുണ്ടോ?
അതായത് ഒറിജിനൽ സൺഗ്ലാസ്, ഡ്യൂപ്ലിക്കേറ്റ് സൺഗ്ലാസ് എന്ന് പറയുമ്പോൾ പോളറോയിഡ് അല്ല, അത് ജസ്റ്റ് പെയിൻ്റ് അടിച്ച് വരുന്നതാണ്. നിങ്ങൾ ചുരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് മാറും. പക്ഷേ മറ്റേന്ന് പറയുമ്പോൾ ഒറിജിനൽ മെറ്റീരിയലാണ്, പോളറോയിഡ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അത് നിങ്ങൾ കണ്ണിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നിങ്ങൾ നല്ല സൂര്യപ്രകാശത്തിൽ ഇരിക്കുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആ വെട്ടം കണ്ണിലേക്ക് വരുന്നത് കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? ആണോ അർജുനെ? അർജുനല്ലേ ചോദിച്ചത്? ഞാനല്ല സാറേ ചോദിച്ചത്. പിന്നെ ആരാന്ന് ചോദിച്ചത്? അലനായിരിക്കും. അലനാണോ? ആരാണേലും കുഴപ്പമില്ല. നിങ്ങൾ സൺഗ്ലാസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വെളിയിലത്തെ ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള വെട്ടം അല്ലെങ്കിൽ വെട്ടത്തിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഒരു കുറവുണ്ടാവും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പോളറൈസേഷൻ എന്ന് പറഞ്ഞ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു പോളറോയിഡ് എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഉണ്ട്. ഈ മെറ്റീരിയലിനകത്തൂടെ വെട്ടം കടന്നു പോയിട്ട് ആ വെട്ടം ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ആ വെട്ടത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അതാണ് അതിൻ്റെ കാരണം. അതാണ് സൺഗ്ലാസ് ഉപയോഗപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഇപ്പം ഞാൻ ആക്ച്വലി ഞാൻ ഒരു ട്രാവലറാണ്. അപ്പം ഞാനിങ്ങനെ ഈ ട്രെക്കിങ്ങിനൊക്കെ പോകും. ഹിമാചൽ ഒക്കെ പോകും. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു കേദാർഖണ്ഡ ട്രെക്കിംഗ് എന്ന് പറയുന്നൊരു ട്രെക്കിങ്ങിന് നമ്മൾ പോയായിരുന്നു. അപ്പം ഏകദേശം ഒരു 16,000-17,000 അടി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഫുൾ മഞ്ഞാണ്. നമുക്കൊരു 15-20 കിലോമീറ്ററൊക്കെ നമുക്കിങ്ങനെ ട്രെക്ക് ചെയ്ത് മഞ്ഞിനകത്തൂടെ ട്രെക്ക് ചെയ്ത് പോകണം. അപ്പോൾ അവിടെ പ്രത്യേകം നമ്മളോട് പറയും, മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ണാടി ഊരൽ, സൺഗ്ലാസ് ഊരലെന്ന് പറയും. കാരണം ഫുൾ വൈറ്റാണ്, മഞ്ഞ, ഫുൾ ചുറ്റിനും മഞ്ഞ. കണ്ണാടി ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന വെട്ടം അവിടെ തട്ടിയിട്ട് നമ്മുടെ കണ്ണിൽ ഡയറക്റ്റ് അടിക്കും. അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ കണ്ണിനകത്തോട്ട് കയറിയിട്ട് റെറ്റിനെ കരിച്ച് കളയും. അപ്പോൾ നമുക്ക് കണ്ണൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നോക്കി, നിങ്ങൾ നോക്കിയാൽ മതി, ഈ എവറസ്റ്റ് ഒക്കെ പോകുന്നവർക്കെല്ലാം കണ്ണാടിയുണ്ട്. അവരൊരിക്കലും കണ്ണാടി ഊരത്തില്ല. എല്ലാം രാത്രിയാവും കണ്ണാടി ഊരുമ്പോൾ. പകൽ അവർ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് അവർ കണ്ണാടി ഊരത്തില്ല. കണ്ണാടി ഊരി കഴിഞ്ഞാൽ അവരുടെ കണ്ണടിച്ച് പോകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണാടിക്ക് വെക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോളറൈസേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. കണ്ണാടി വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അല്ലെങ്കിൽ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ പോയി, വീട് പുതിയതാണ്, ആ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക് വൈറ്റ് പെയിൻറ്റ് സാധാരണ അടിക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനാ? ചൂട് കുറയ്ക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചോരാതിരിക്കാനൊക്കെ നമ്മൾ വൈറ്റ് ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറയുന്നൊരു മെറ്റീരിയൽ, വൈറ്റ് കളറാണ്, അത് പെയിൻറ്റിനകത്ത് ചേർത്ത് നമ്മൾ അവിടെ അടിക്കും. അപ്പം നമ്മൾ പിറ്റേ ദിവസം അത് ഉണങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് പകൽ സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അതിലോട്ട് നേക്കഡായി കൊണ്ട് നോക്കാൻ പറ്റത്തേയില്ല. കാരണം സൂര്യനിൽ നിന്ന് വരുന്ന വെട്ടത്തെ വൈറ്റ് കളർ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മുടെ കണ്ണിലടിക്കും. കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇത് തന്നെയാണ് മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത്. കാരണം മഞ്ഞിലോട്ട് ഈ ലൈറ്റ് എവിടെ നോക്കിയാലും വൈറ്റാണ്, മഞ്ഞാണ്, പ്യുവർ വൈറ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ, അതായത് മഞ്ഞില്ലാത്തൊരു ഭാഗമില്ല. മരങ്ങൾ വരെ ഫുൾ മഞ്ഞായി കിടക്കുക. അപ്പോൾ അത്രയ്ക്ക് മഞ്ഞാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മഞ്ഞാണ്. അപ്പം പകലൊക്കെ നമ്മൾ ട്രെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് സൂര്യപ്രകാശം നല്ലതായിട്ട് അടിക്കും. നമ്മൾ കണ്ണാടി ഊരിയിട്ട് ആ മഞ്ഞയിലോട്ടെങ്ങാണ്ട് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കുറച്ച് നേരത്തേക്ക്, അതായത് ഒത്തിരി നേരം നോക്കി കഴിഞ്ഞാൽ കണ്ണ് അടിച്ചു പോകും. നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് എടുത്താൽ തന്നെ കണ്ണ് ഫുൾ എന്ത് ചെയ്യും, ഒരു കണ്ണ് ഇരുട്ട് കയറിയൊരവസ്ഥയായിരിക്കും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു 15 മിനിറ്റത്തേക്ക് നമുക്ക് കണ്ണ് ഒന്ന് റെഡിയായി വരാൻ ഒരു 15-20 മിനിറ്റ് എടുക്കും. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, നമ്മുടെ കാഴ്ച പോയി എന്ന് വരെ ചിന്തിച്ചു പോകും. ഇരുട്ടായിരിക്കും കണ്ണിനകത്ത്. മനസ്സിലായോ? അപ്പോൾ ഇതിനെങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ആ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വെട്ടം നമ്മുടെ കണ്ണിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സൺഗ്ലാസ് ഉപയോഗിക്കുന്നത്. അത് പോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനോണാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജ്യോതിസിന് ഓക്കെ ആണോ? ക്ലിയർ ആണോ ജ്യോതിസ്? അനഘ ഓക്കെ ആണോ? അനഘ ഓക്കെ. അലൻ ഓക്കെ ആണോ? അലൻ? അർജുൻ ഓക്കെ സാർ. ഓക്കെ. അപ്പം ഇതിൻ്റെ നോട്ട്സ് കുറച്ച് എഴുതാം. നോട്ട്സ് എഴുതിയിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. എഴുതിക്കും. അപ്പോൾ നമ്മൾ എവിടം വരെ എഴുതിയിരുന്നു? ജെയിംസ് മാക്സ്വെൽ സജസ്റ്റഡ് ദാറ്റ് വെൻ, അതല്ലേ? അവിടം വരെ അല്ലേ? ഓക്കെ. ഇനിയും എഴുതിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. Characteristics of electromagnetic radiation. Characteristics of electromagnetic radiation. EMR ഇടുവാണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതിൽ ഒന്ന് എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ടോ. The
the oscillating electric and magnetic field are perpendicular to each other and also perpendicular to the propagation of wave. രണ്ടാമത്തേത് the electromagnetic waves do not require electromagnetic waves do not require electromagnetic wave do not require a medium for propagation for propagation അതായത് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മീഡിയം ഒന്നും വേണ്ട. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം സൗണ്ട് വേവ്. ഇപ്പം ഞാനും നമ്മുടെ അടുത്തിരിക്കുന്ന മെൽവിനും കൂടെ ഒരു സ്പേസ് വേക്കിലേക്ക് കയറി ചന്ദ്രനിൽ പോവാം. ഞങ്ങൾ ഇത്ര അടുത്ത് അവിടെ പോയിട്ടിരുന്നിട്ട് ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പറ്റി മെൽവിന് പറഞ്ഞു കൊടുത്താലും മെൽവിന് കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്ര അടുത്തിരിക്കുകയാണ്, കാരണം അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, അവിടെ പാർട്ടിക്കിൾസ് ഇല്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് വേവ്സ് ഉണ്ടാവണമെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്തേ സൗണ്ട് വേവ് ഉണ്ടാകത്തുള്ളൂ. അപ്പം മീഡിയം വേണം. അവിടെ മീഡിയം ഇല്ല, അതുകൊണ്ട് കേൾക്കുന്നില്ല. എന്നാൽ സൂര്യൻ്റെ വെട്ടം ഒന്ന് ആലോചിച്ച് നോക്കി, സൂര്യൻ എത്രയോ കിലോമീറ്റർ മുകളിലാണ്. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വെട്ടം നോക്കി, ചന്ദ്രൻ എത്രയോ കിലോമീറ്റർ വാക്കത്തിൽ കൂടാണ് അത് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ മീഡിയം ഒന്നും ഇല്ലെങ്കിലും ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അതാണ് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് there are many types of electromagnetic radiation which differ from one another in wavelength or frequency wavelength or frequency. These constitute electromagnetic spectrum. Electromagnetic spectrum. The important electromagnetic radiations in the increasing order of wavelength are ഒരു ഹൈഫൻ ഇട്ടിട്ട് ഈ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് കുറേ ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് UV റേ, ഗാമ റേ, എക്സ്റേ. അതിനെ വേവ് ലെങ്തിൻ്റെ അത് എന്തുകൊണ്ടാണ് ഇത്രയും ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഡിഫറൻ്റ് ആണ്. അപ്പം ആ ഫ്രീക്വൻസിയുടെ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തേത് കോസ്മിക്, നമുക്ക് പഠിക്കാനില്ല, ഞാൻ അങ്ങ് തന്നേ ഉള്ളൂ. ഗാമ റേ മുതലേ പഠിക്കാനുള്ളൂ. കോസ്മിക് റേസ്. രണ്ടാമത്തേത് ഗാമ റേ. അടുത്തത് എക്സ്റേ. അടുത്തത് UV റേ. അടുത്തത് വിസിബിൾ ലൈറ്റ്. അടുത്തത് ഇൻഫ്രാറെഡ് റേസ്. അടുത്തത് മൈക്രോവേവ്സ്. അടുത്തത് റേഡിയോ വേവ്സ്.
ഇവരെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗാമാറയുടെയൊക്കെ ഫ്രീക്വൻസി വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, ഭയങ്കര ഹൈ ആണ്. അതായത് ഭിത്തിയെ കൂടെ വരെ തുളച്ച് കയറാൻ കഴിവുള്ള ആളാണ് ഈ ഗാമാറ. ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് വേവിനെ പറ്റിയാണ് പഠിക്കുന്നതും കൊണ്ട് വേവുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 ടേമും കൂടെ ഞാൻ തരാം, അതുകൂടെ പറഞ്ഞു തരാം. സം ഇമ്പോർട്ടൻറ്റ് എഴുതിക്കോ, സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതിൽ ഒന്നാമത്തേത് വേവ് ലെങ്ത്. ഒന്നാമത്തേത് വേവ് ലെങ്ത്. അതിനെ ലാംഡ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് വേവ് ലെങ്ത് പറഞ്ഞുതരാം, എഴുതാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the number of waves passes through a given point. അയ്യോ ഒരു സെക്കൻഡ് സോറി തെറ്റാണ് നമ്മൾ ആ ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എഴുതി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two consecutive crust and trough. Consecutive crust and trough എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് പടം വരയ്ക്കണേ. ഒരു വേവ് ദണ്ട് ഇങ്ങനെയാണ് പോകുന്നത്, നോക്കിയോ, ഒരു വേവ് ദണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഭാഗത്തെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഇത് ക്രസ്റ്റാണ്, ഇതും ക്രസ്റ്റാണ്. ഓക്കെ, ഇത് ട്രഫാണ്, ഇതും ട്രഫാണ്. ഈ ക്രസ്റ്റ്, രണ്ട് അഡ്ജസൻറ്റ് ക്രസ്റ്റ് തമ്മിലുള്ള ദൂരത്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേണ്ട ഇതും കണ്ടോ, ഇവിടുത്തെ ക്രസ്റ്റിൻ്റെ ഈ പോയിന്റും തമ്മിലുള്ള ഈ ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത്. അതേപോലെ തന്നെ രണ്ട് ട്രഫിൻ്റെ ദൂരത്തിനെ നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്, വേവ് ലെങ്ത് ആണ് പറയുന്നത്. അല്ലെങ്കിൽ സിംപ്ലി ഒരു ഫുൾ വേവിൻ്റെ ലെങ്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയോ, ഇവിടെ നോക്കിയോ, ഒരു ഫുൾ വേവിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ദണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ദണ്ട് ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇതാണ് ഒരു ഫുൾ വേവ് ഇല്ലേ. ഈ വേവിൻ്റെ ദണ്ട് ഈ ലെങ്തിനെ എന്ത് തന്നെയാണ് പറയുന്നത്, ഈ ലെങ്തിനെയും വേവ് ലെങ്ത് എന്ന് തന്നെയാണ് പറയുന്നത്. ഡെഫിനിഷൻ പറയുമ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് മീൻസ് അടുത്തടുത്തുള്ളത് എന്നാണ്. ഓക്കെ ആണല്ലോ, ഇത് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തേത് ഫ്രീക്വൻസി. അതിനെ എഫ് എന്നും ഡിനോട്ട് ചെയ്യും, ന്യൂ എന്നും ഡിനോട്ട് ചെയ്യും. ന്യൂ ദണ്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ ന്യൂ, വി ഇങ്ങനെ ചരിച്ചിരുന്നതിനാണ് ന്യൂ എന്ന് പറയുന്നത്. NEU ഒരു ഓപ്പറേറ്ററാണ്, ഒരു സിമ്പിളാണ്. ഓക്കെ, അപ്പം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ യൂണിറ്റ് സെക്കൻഡ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വേവ്സിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ദ number of waves pass through a given point in 1 second. അതിൻ്റെ യൂണിറ്റ് ഹേർട്സ് എന്ന് കൊടുക്കുക. HERTZ ആണ് ഹേർട്സ്, അല്ലെങ്കിൽ (10⁻⁻1) എന്നും വരും. ഓക്കെ, മുകളിലത്തെ വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. മീറ്ററാണ് എം എന്ന് ഡിനോട്ട് ചെയ്യും. ഇനിയും ഒരെണ്ണം കൂടെ ഉണ്ട്, മൂന്നാമത്തേത് വേവ് നമ്പർ. അതും കൂടെ എഴുതിക്കും, വേവ് നമ്പർ. അതിനെ ന്യൂ ഇട്ടിട്ട് മണ്ടയ്ക്കൊരു ബാർ ഇടും, ന്യൂ ബാർ എന്നാണ് പറയുന്നത് വേവ്